Hi friends, welcome to Easy Igno. BGC 103 Indian Writings in English എന്ന പേപ്പറാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ഈ പേപ്പറിൽ പ്രധാനമായിട്ടും 4 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് A Tiger for Malgudi, Block 2 Binding Wine, Block 3 Poetry and Block 4 Short Stories ആണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. ഈ യൂണിറ്റിൽ പ്രധാനമായും ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിന്റെ ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ്, മേജർ കോൺട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിനകത്ത് വരുന്നത്. സെക്കൻഡ് യൂണിറ്റ് ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്ന RK നാരായണന്റെ നോവലിന്റെ സമ്മറിയാണ്. ആൻഡ് ദ നെക്സ്റ്റ് യൂണിറ്റ് 3 ദ സെയിം നോവലിന്റെ അനാലിസിസ് പാർട്ടാണ് വരുന്നത്. അതിനകത്ത് ഇതിന്റെ പ്ലോട്ട്, തീംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തേർഡ് യൂണിറ്റിനുള്ളിൽ വരുന്നത്. ആൻഡ് ഇൻ യൂണിറ്റ് 4 ദ നോവലിന്റെ ക്യാരക്ടറൈസേഷനും അതിന്റെ സ്റ്റൈലും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ് ഫോർത്ത് യൂണിറ്റിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക് A Tiger for Malgudi. ഇനി ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈൻ. ബൈൻഡിങ് വൈനിലെ യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു നോവൽ. എന്താണ് നോവൽ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോവൽ, വാട്ട് ആർ ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഇൻ എ നോവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു നോവൽ. ആൻഡ് യൂണിറ്റ് 2 ദ ബൈൻഡിങ് വൈൻ എന്ന് പറയുന്ന ശശി ദേശ്പാണ്ഡെയുടെ നോവലിന്റെ സമ്മറിയാണ് വരുന്നത്. യൂണിറ്റ് 3 ദ സെയിം നോവലിന്റെ തീംസ് ആണ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് യൂണിറ്റ് 4 ആ നോവലിന്റെ ക്യാരക്ടറൈസേഷൻ ആണ് യൂണിറ്റ് 4 വരുന്നത്. ആൻഡ് കമ്മിങ് ടു തേർഡ് ബ്ലോക്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് പോയട്രി. ഇന്ത്യൻ ഇംഗ്ലീഷ് ഫോംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 4 പേരുടെ പോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സരോജിനി നായിഡു, നിസി മിസീക്കൽ, AK രാമാനുജൻ ആൻഡ് കമല ദാസ്. ഇതിൽ സരോജിനി നായിഡുവിന്റെ 3 പോംസ് ഉണ്ട്. പെലാങ്ക്വിൻ ബെയറേഴ്സ്, ദ ബേർഡ് ഓഫ് ടൈം ആൻഡ് ബാങ്കിൾ സെല്ലേഴ്സ്. അതുപോലെ സെക്കൻഡ് യൂണിറ്റിൽ നിസി മിസീക്കലിന്റെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ ആൻഡ് എന്റർപ്രൈസ് ആണ് പഠിക്കാനുള്ള 2 പോംസ്. ആൻഡ് തേർഡ് യൂണിറ്റിൽ AK രാമാനുജന്റെ ലുക്കിംഗ് ഫോർ എ കസിൻ ഓൺ എ സ്വിംഗ് ആൻഡ് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള 2 പോംസ്. ആൻഡ് ഇൻ യൂണിറ്റ് 4 കമലാദാസിന്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആൻഡ് ദ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. അതാണ് ബ്ലോക്ക് 3. കമ്മിങ് ടു ബ്ലോക്ക് 4 ഷോർട്ട് സ്റ്റോറീസിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണത്. അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഇന്ത്യ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് യൂണിറ്റ് 1 വരുന്നത്. ആൻഡ് ഇൻ യൂണിറ്റ് 2 കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ആണ് യൂണിറ്റ് 2, 3 ആൻഡ് 4 വരുന്നത്. യൂണിറ്റ് 2 വരുന്നത് മുൽക്രാജ് ആനന്ദിന്റെ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇൻ യൂണിറ്റ് 3 ദ അതർ വുമൺ എന്ന് പറയുന്ന ദീന മേത്തയുടെ നോവലാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ആൻഡ് യൂണിറ്റ് 4 സ്വിമ്മിംഗ് ലെസൺസ് എന്ന് പറയുന്ന റോഹിൻറ്റൺ നെസ്രിയുടെ ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്.